ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. GF ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്, നിങ്ങൾക്കും അതിൽ പങ്കുകൊള്ളാവുന്നതാണ്. ഒരു അനുഗ്രഹം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. തിന്മയുടെ ബലിപീഠങ്ങൾ തകർത്തുകൊണ്ട്, പിശാച് ഒരുക്കിയിരിക്കുന്ന ബലിപീഠങ്ങൾ തകർത്തുകൊണ്ട് നീതിയുടെ ബലിപീഠങ്ങൾ, ദൈവത്തിൻ്റെ ബലിപീഠങ്ങൾ ഉയർത്തുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ പിതാവിലൂടെ സംഭവിച്ച, തലമുറയായി സംഭവിച്ച തിന്മയുടെ എല്ലാ ബലിപീഠവും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ അഗ്നിയാൽ ചുട്ടരിക്കപ്പെടട്ടെ. സ്വർഗീയ പിതാവേ, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്നതും എന്നെ സ്തംഭനാവസ്ഥയിലാക്കുന്നതും നിരാശകൾ ഉളവാക്കുന്നതുമായ കാര്യങ്ങൾ ഇപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ട് സ്വർഗത്തിൻ്റെ അഗ്നിയാൽ അത് വെണ്ണീറായി മാറട്ടെ. എനിക്ക് വേണ്ടി തിന്മയുടെ ബലിപീഠങ്ങളെ സമീപിക്കുന്ന തിന്മയുടെ മനുഷ്യർ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും എൻ്റെ വഴിയിൽ വരാതിരിക്കട്ടെ. അവർക്കെതിരെ ഞാൻ യേശുവിൻ്റെ രക്തത്തെ ഉയർത്തുകയാണ്. എൻ്റെ പിതാവേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലൂടെ, എൻ്റെ അമ്മയുടെ ഭവനത്തിലൂടെ കാട്ടിൽ എൻ്റെ മഹത്വം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ എല്ലാ മക്കളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നശിപ്പിക്കപ്പെടുകയും കത്തിപ്പോവുകയും ചെയ്യട്ടെ. പരിതസ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്ന തിന്മയുടെ ബലിപീഠങ്ങൾ, എൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ശക്തികൾ, എൻ്റെ കൈകളുടെ പരിശ്രമത്തെ തടസ്സപ്പെടുന്ന ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നശിപ്പിക്കപ്പെടട്ടെ. എൻ്റെ കുടുംബത്തിൽ ആത്മീയ യുദ്ധനാശത്തിനായി എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ സാത്താൻ്റെ പുരോഹിതന്മാർക്ക് കൊണ്ടുപോയി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുപോയി കൊടുത്ത ആളുകൾ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി യേശുവിൻ്റെ നാമത്തിൽ അവർ നശിക്കപ്പെടുവാൻ ഇടവരുമാറാകട്ടെ. അസൂയ നിമിത്തമോ മറ്റേതെങ്കിലും കാരണത്താലോ എൻ്റെ അയൽപക്കത്തുള്ളവരോ സുഹൃത്തുക്കളോ സ്വന്തക്കാരോ എൻ്റെ പേരോ ഫോട്ടോയോ പൂജാരിயின் കയ്യിൽ കൊടുത്തോ ബൊമ്മയുണ്ടാക്കി അതിൽ വെച്ച് ആണിയടിച്ചോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതെല്ലാം നശിപ്പിക്കപ്പെടുമാറാകട്ടെ. ഓ യേശുക്രിസ്തുവിന്റെ രക്തമേ, എനിക്കായി പോയി എൻ്റെ അടിത്തറയിലുള്ള തിന്മയുടെ ബലിപീഠങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നശിപ്പിക്കണമേ. അടിമ നുകത്തെ കൊണ്ടുവരുന്ന തിന്മയുടെ ബലിപീഠമേ, നീ യേശുവിൻ്റെ രക്തത്തിൽ നശിപ്പിക്കപ്പെടുമാറാകട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ തിന്മയുടെ ബലിപീഠവും എൻ്റെ മഹത്വത്തെ അടിച്ചമർത്തുന്ന തിന്മയുടെ ബലിപീഠവും ഇപ്പോൾ സ്വർഗീയ അഗ്നിയാൽ വെണ്ണീറായി മാറട്ടെ. തിന്മയുടെ ബലിപീഠങ്ങളിലൂടെ എൻ്റെ ലക്ഷ്യങ്ങൾക്കെതിരായി തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നശിപ്പിക്കപ്പെടുകയും ചാരമാക്കപ്പെടുകയും ചെയ്യട്ടെ. കുടുംബ ബലിപീഠം വഴിയായി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ വരുന്ന തിന്മയുടെ എല്ലാ പദ്ധതികളും ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ ശക്തമായ രക്തത്താൽ നശിപ്പിക്കപ്പെടുമാറാകട്ടെ. തിന്മയുടെ ബലിപീഠത്തിലൂടെ എൻ്റെ കുടുംബത്തിൽ കണ്ടെത്തിയ തിന്മയുടെ വിവാഹബന്ധങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശരി ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ രക്തം ഇപ്പോൾ എൻ്റെ തലയിൽ നിന്ന് ഉള്ളങ്കാൽ വരെ മൂടി എന്നെ ശരിപ്പെടുത്തുമാറാകട്ടെ. ദൈവമേ, എൻ്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് എൻ്റെ അനുഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും എൻ്റെ ഇടപാടുകൾ യേശുവിൻ്റെ നാമത്തിലുള്ള ഇരുട്ടിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളെ എനിക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മമനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ, അത് ആ ജലനിരപ്പ് ആ മക്കളുടെ പിടിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മോചിപ്പിക്കുന്നു. തിന്മയുടെ ബലിപീഠങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തിനെതിരെ ഉയരും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുവിൻ്റെ മഹാത്തായ നാമത്താൽ അവ എൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകട്ടെ. സ്വർഗീയ പിതാവേ, എൻ്റെ കുടുംബത്തിനെതിരായി ദുഷിച്ച വാക്കുകളും തിന്മയും സംസാരിക്കുകയും ശാപവാർത്തകളെ പറയുകയും ചെയ്യുന്ന ആളുകളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ ആ പ്രക്രിയ വിട്ട് മാറുവാൻ തക്കവണ്ണം ഇടപെടുത്തിക്കൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ലക്ഷ്യങ്ങളെ തിന്മയുടെ ബലിപീഠത്തിൽ നശിപ്പിക്കുന്ന ദുഷ്ടനായ ഗോലിയാത്തിൻ്റെ ആത്മാവേ, ഞാൻ നിൻ്റേതല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നീ കീഴെ വീണ് അഴിയുമാറാകട്ടെ, നശിക്കുമാറാകട്ടെ. എന്നെ സുഹൃത്തുക്കളായി കണക്കാക്കുകയും തിന്മയുടെ ബലിപീഠങ്ങളിൽ എനിക്കെതിരെ ദുരാചാരങ്ങൾ ചെയ്യുകയും ദഹനബലികൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കളെ കർത്താവ് സ്വർഗീയ അഗ്നിയിലൂടെ വെളിപ്പെടുത്തി അവരെ നിർമൂലമാക്കട്ടെ. തിന്മയുടെ പുരോഹിതന്മാർ എൻ്റെ പുരോഗതി കണ്ണാടികളിൽ കാണുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ കണ്ണുകൾ സ്വർഗീയ അഗ്നിയാൽ കുരുടാകട്ടെ. അവർ അന്ധത പിടിക്കുമാറാകട്ടെ. ഇരവും പകലും എനിക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ബലിപീഠങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാശമാകുമാറാകട്ടെ. തിന്മയുടെ ബലിപീഠത്തിൽ നിന്ന് എൻ്റെ മഹത്വം മോഷ്ടിച്ച എല്ലാ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള അഗ്നിയാൽ തിരികെ ഞാൻ എടുക്കുകയാണ്. എനിക്കായി നിയോഗിക്കപ്പെട്ട ദൂതൻ ഇപ്പോൾ ആ സർപ്പത്തിനോട് യുദ്ധം ചെയ്ത് എനിക്ക് വന്നു ചേരേണ്ട അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് അടിയൻ
അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ പുരോഹിതന്മാർ മരിച്ചുപോയ എൻ്റെ ലക്ഷ്യങ്ങൾ, നഷ്ടപ്പെട്ടുപോയ നശിച്ചുപോയ എൻ്റെ ലക്ഷ്യങ്ങൾ ദൈവമേ എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിലുള്ള തീയാൽ പുനഃസ്ഥാപിക്കപ്പെടുമാറാകട്ടെ. എന്നോടുകൂടെ സഹവസിക്കുന്ന തിന്മയുടെ എല്ലാ ബലിപീഠങ്ങളും, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ബലിപീഠങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ തീയിറക്കി അഗ്നിക്കിരയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമം, എൻ്റെ പേര് കേൾക്കുക. ദുഷ്ടബലിപീഠങ്ങളിൽ നിന്നും രക്തം കുടിക്കുന്ന ആത്മാക്കളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ വിടുവിക്കുന്നു. എൻ്റെ പിതാവേ, എൻ്റെ കോപനിമിത്തം ഞാൻ നശിച്ചു പോകണമെന്ന് കരുതുന്ന എൻ്റെ സുഹൃത്തുക്കളിലും കുടുംബത്തിലും പരിചയക്കാരിലുമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രക്ഷയെ കണ്ടെത്തുവാൻ ഇടവരട്ടെ. നിരവധി തലമുറകളെ തടവിലാക്കിയ എൻ്റെ പിതൃഭവനത്തിൻ്റെ കെട്ടുകൾ ഇന്ന് വെണ്ണീറാകട്ടെ. പിശാചിനിടത്തിൽ കുരുങ്ങിയ എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ ലക്കുകൾ, എൻ്റെ ലാക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്നിലേക്ക് തിരികെ വരട്ടെ. കർത്താവെ, ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരാധനയുടെയും സ്തോത്രത്തിൻ്റെയും ഒരനുഭവം എൻ്റെ ഹൃദയത്തിൽ തുടർച്ചയായി ഉണ്ടാകുവാനും അതുമൂലം വരുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദിയുടെ യാഗങ്ങൾ അർപ്പിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചെ, നീ ഒരിക്കലും എൻ്റെ ലക്ഷ്യങ്ങളെ തൊടാതിരിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് എതിർക്കുന്നു. തിന്മയുടെ ബലിപീഠത്തിൽ കെട്ടുകളിരുന്ന് ബന്ധനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും മോചിപ്പിക്കുന്നു. എൻ്റെ കുലദൈവ കുടുംബ ബലിപീഠത്തിൽ നിന്ന് ഞാൻ ഈ ദിവസം എന്നെ തന്നെ സ്വതന്ത്രനാക്കുന്നു. രാവും പകലും എനിക്കെതിരെയുള്ള ബലിപീഠങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. വൃക്ഷങ്ങളിലെ ദുഷിച്ച ബലിപീഠങ്ങളിൽ നിന്ന് ഞാനിന്ന് യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും വിരോധമായി മണ്ണിൽ മറച്ചു വെച്ചിരിക്കുന്നതോ മരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നതോ ഞാൻ അറിയാത്ത രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ തിന്മയുടെ എല്ലാ ഇടപാടുകളും സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തെ അതിന്മേൽ ഊറ്റി അതിനെ നിർമൂലമാക്കുന്നു. തിന്മയുടെ ബലിപീഠ മന്ത്രവാദത്തിലിരുന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനും എൻ്റെ കുടുംബവും മോചിക്കപ്പെട്ടിരിക്കുന്നു. ദുഷിച്ച ദാമ്പത്യ ബന്ധങ്ങളുടെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ വിടുവിക്കുന്നു. എന്നെ ഞാൻ ലജ്ജയുടെ അപമാനത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് എന്നെ തന്നെ സ്വതന്ത്രമാക്കുന്നു. വീഴുന്നതിൻ്റെയും ഉയരുന്നതിൻ്റെയും ചക്രത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ മോചിപ്പിക്കുന്നു. ദുഷിച്ച ബലിപീഠങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെയുള്ള എൻ്റെ കുടുംബത്തിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ ഞാൻ നശിപ്പിക്കുന്നു. സ്വർഗീയ മണ്ഡലങ്ങളിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ ബലിപീഠവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ അഗ്നിയാൽ നശിപ്പിക്കപ്പെടുവാൻ ഞാൻ കൽപ്പന കൊടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ മഹാത്തായ നാമത്തിൽ എൻ്റെ നാമത്തോട് ചേർന്നിരിക്കുന്ന തിന്മയുടെ എല്ലാ ബലിപീഠങ്ങളെയും ഞാൻ നശിപ്പിക്കുന്നു. എൻ്റെ അനുഗ്രഹത്തിന്റെ അരികിൽ നിന്ന് എനിക്കെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നശിപ്പിക്കുന്നു. എനിക്ക് വന്നു ചേരേണ്ട എല്ലാ നല്ല കാര്യങ്ങളും യേശുവിന്റെ ശക്തമായ നാമത്തിൽ തിന്മയുടെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ ഇന്ന് വീണ്ടെടുക്കുന്നു. തിന്മയുടെയും ദാരിദ്ര്യത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ബലിപീഠങ്ങളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ എൻ്റെ കുടുംബത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടെടുക്കുന്നു. തിന്മയുടെ എല്ലാ ബലിപീഠങ്ങളും ചിതറിക്കുവാൻ ഞാൻ യേശുവിന്റെ രക്തം ഉപയോഗിക്കുകയാണ്. എനിക്ക് അർഹമായ വിടുതൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ബലിപീഠത്തിൽ നിന്നും തിരിച്ചെടുക്കുന്നു. എൻ്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ഞാൻ ദുഷിച്ച ബലിപീഠങ്ങളുടെ കലങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മോചിപ്പിക്കുന്നു. ബലിപീഠങ്ങളിൽ കെട്ടപ്പെടുന്നതിന് ഞാൻ യേശുവിന്റെ നാമത്തിൽ വിസമ്മതിക്കുന്നു. തിന്മയുടെ ബലിപീഠങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മന്ത്രവാദികളുടെയും മാന്ത്രികരുടെയും കൈകൾ യേശുവിന്റെ ശക്തമായ നാമത്തിൽ നശിപ്പിക്കപ്പെടുമാറാകട്ടെ. തിന്മയുടെ ബലിപീഠത്തിൽ നിന്നുള്ള എല്ലാ മരണനിലവിളികളും ക്രൂരതയുടെ ശബ്ദങ്ങളും യേശുവിന്റെ നാമത്തിൽ നിശബ്ദമാക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹം വഹിക്കുന്ന മറ്റേതെങ്കിലും ശരീരത്തിൽ അത് ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും മേൽ അങ്ങയുടെ കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്വർഗീയ അഗ്നിയാൽ അവരെ ശുദ്ധീകരിച്ചു കൊള്ളുമാറാകണമേ. കർത്താവേ, അവർക്ക് വിരോധമായി പിശാച് ഉരുവാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആയുധങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങളിൽ കർത്താവെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും, അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായി പിശാച് ഉയർത്തിരിക്കുന്ന എല്ലാ ഇടപാടുകളും സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ നിർമൂലമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരുടെ കാവല് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും വയസ്സായവരെയും പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുള്ള വചനപ്രകാരം കർത്താവെ,
പിശാചി കെട്ടിയിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കെട്ടുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കുന്നു കർത്താവേ. യേശുക്രിസ്തു അവർക്കായി ഒരുക്കിയ രക്ഷ കണ്ടെത്തുവാൻ തക്കവണ്ണം കർത്താവ് അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കർത്താവെ രക്തം ചൊരിഞ്ഞ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടികളേറ്റ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് അവർ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഓരോരുവരെയും ഓരോ ജനത്തെയും ആകർഷിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വചനം കേട്ട ഈ മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനലിനെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇതിനോട് പോരാടുന്ന ദുഷ്ടാത്മ ശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടുന്നു കർത്താവെ. ഇതിനെ തടുക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള അശുദ്ധാത്മാക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എതിർക്കുകയാണ് കർത്താവെ. അങ്ങയുടെ വചനം പറയുന്നു, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുമെന്ന് പറയുന്നു കർത്താവെ. വിശ്വാസം എന്ന പരിച ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കർത്താവെ. ഞങ്ങളുടെ നേരെ പിശാച് അയക്കുന്ന ഓരോ അമ്പുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസം എന്ന പരിച ഉപയോഗിച്ച് ഞങ്ങൾ തടുക്കുകയാണ്. അപ്പോൾ തന്നെ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ള വചനപ്രകാരം ഞങ്ങൾക്ക് നൽകുന്ന കർത്താവെ ആ വാഗ്ദത്തം ഓർത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിനോട് ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ആവശ്യബോധങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലവിധമായ പൈശാചിക ഉപദ്രവങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുവാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ പിശാചി വെച്ചിരിക്കുന്ന എല്ലാ മന്ത്രവാദ കെട്ടുകളും യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ ഉദ്ധച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവനാമത്തെ മഹിമപ്പെടുത്തണമേ കർത്താവെ. അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ കർത്താവെ. സ്വർഗീയ അഗ്നിയാൽ അശുദ്ധാത്മാക്കളുടെ ക്രിയകളെല്ലാം എരിയപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം എല്ലാ സഭകൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഊഴിയക്കാർക്കായിട്ടും എല്ലാ സുവിശേഷകന്മാർക്കായിട്ടും എല്ലാ പാസ്റ്റർമാർക്കായിട്ടും എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ അന്ത്യകാലങ്ങളിൽ കർത്താവെ അങ്ങയുടെ കൃപയുടെ സുവിശേഷം അറിയിക്കുവാൻ തക്കൊണ്ട് അങ്ങയുടെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. വിശ്വസന്മാരായ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. കർത്താവെ വേല വളരെ ഉണ്ട് കർത്താവെ, കൊയ്ത്ത് വളരെ ഉണ്ട് കർത്താവെ, വേലക്കാർ ചുരുക്കമാണ് കർത്താവ്. വിശ്വസന്മാരായിട്ടുള്ള വേലക്കാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. അനേകരെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കൊണ്ട് ഇടയാകണമേ. പിശാചിന്റെ കെട്ടുകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇടയാകണമേ കർത്താവെ. മന്ത്രവാദത്താലും ആഭിചാരത്താലും ബില്ലിസുന്നത്താലും സേവനത്താലും പാടുകളേൽക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. നീ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കരം അവരുടെ നേരെ നീ നീട്ടണമേ കർത്താവെ. നിന്റെ അൻപുള്ള കരം, നിന്റെ സ്നേഹമുള്ള കരം അവരുടെ നേരെ നീട്ടി നീ അവരെ നിന്റെ ക്രൂശിലേക്ക് ആകർഷിക്കണമേ കർത്താവെ. മറ്റൊരുവനിലും രക്ഷയില്ലല്ലോ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലല്ലോ കർത്താവെ. അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിച്ച് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വചനങ്ങളെ ഞങ്ങൾ കർത്താവെ അങ്ങേ ഓർപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല ഉപേക്ഷിക്കില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. അങ്ങയുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ അങ്ങേ ഓർപ്പിക്കുകയാണ് കർത്താവെ. അവിടെ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞങ്ങളെ കണ്ടതിനായിട്ട് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞങ്ങളെ കണ്ടതിനായിട്ട് സ്തോത്രം കർത്താവെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ ദിവസവും ഈ പ്രാർത്ഥന അല്പമെങ്കിലും അധികമെങ്കിലും തുടരുവാൻ തക്കണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അവരെ സന്ദർശിക്കണമേ കർത്താവെ. ആ കടത്തിന് ഒരു പരിഹാരം വരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയ ബാധ്യതകൾ അവർക്കായിട്ട് തുറക്കണമേ കർത്താവെ. നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുക്രിസ്തു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. പുതിയ വാതിലുകൾ അവർക്കായിട്ട് തുറക്കട്ടെ കർത്താവെ. പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശുക്രിസ്തു നാമത്തിൽ ഉഡ്ഡയട്ടെ കർത്താവെ. ഇന്ന് അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ. പ്രിയ സഹോദരന്മാരെ, ഈ പ്രാർത്ഥന ദൈവം അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും തുടരുന്നതായിരിക്കും. നിങ്ങൾ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ആമേൻ ആമേൻ.